ഞാൻ ഇന്നൊരു പാല് വാങ്ങിക്കാൻ വേണ്ടി ഒന്നിറങ്ങിയതാണേ. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണേ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഇച്ചിരി വെയിൽ കണ്ടുകൊണ്ട് പോവുകയാണേ. നടന്നാണ് പോകുന്നത്. ഒരു 10 മിനിറ്റ് ദൂരം നടന്നാൽ മതിയാകും കേട്ടോ കടയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. റോഡിൽ വലിയ ട്രാഫിക്കൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ല. രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. 2 ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നേരം ഇങ്ങനെ ബട്ടൺ ഞെക്കിയിട്ട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിലൊക്കെ എന്നാ പാടാണേ ഒന്ന് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു മിനിറ്റ് ഇടവിട്ട് നമുക്ക് പറ്റും കേട്ടോ. ആ ഒരു കടയിലോട്ടാണ് ഞാൻ പോകുന്നത്. പാലെടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ് പാലിരിപ്പുണ്ട്, ലോ ഫാറ്റ്, ഹൈ ഫാറ്റൊക്കെ. ഞാൻ ഈ പച്ച കളറിലെയാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം ലോ ഫാറ്റിൻ്റെയാണ് കേട്ടോ. പാല് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളായിരുന്നു വാങ്ങാൻ. എന്നാലും കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാമെന്നും കരുതി ഞാൻ ആ മാങ്ങയുടെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. മാങ്ങയ്ക്ക് വലിയ പഴുപ്പൊന്നുമില്ല, എന്നാലും 2 ദിവസം വീട്ടിൽ കൊണ്ടുവച്ചാൽ പഴുക്കും കേട്ടോ. വേറൊരു ടൈപ്പിലും ഒരു മാങ്ങയും കൂടി ഇരിപ്പുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഒരു പൈനാപ്പിളും കൂടി എടുത്തേക്കാമെന്ന് കരുതി താഴോട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൈനാപ്പിളെ. മേളിലിരുന്നതിനകത്ത് ഞാൻ ഒരെണ്ണം എടുത്ത്, മാങ്ങ വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പിന്നെയും വന്നൊരു മാങ്ങയും കൂടി എടുത്ത് കേട്ടോ. വാങ്ങിയിട്ട് നേരത്തെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. ഇതൊരു തരം കമ്പിളി നാരങ്ങയാണ്. ഇതാണെങ്കിൽ ചെറിയാണ്, നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കാണാൻ, പക്ഷേ അകത്ത് നമ്മുടെ കറക്റ്റ് നാട്ടിലെ കമ്പിളി നാരങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല മധുരമാണ്. പിന്നെ ആണെങ്കിൽ ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഒരു തണ്ണിമത്തനും കൂടെ വാങ്ങിച്ചേക്കാമെന്ന് കരുതി. പിന്നെ ഞാനാണെങ്കിലുണ്ടല്ലോ ഐസ്ക്രീമിൻ്റെ സൈഡിലോട്ടാണ് പോയത്. ഷുഗർ കട്ടൊക്കെയാണ്, എന്നാലും ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. എല്ലാ ടൈപ്പ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ കിൻഡർ അതിൻ്റെതും പിന്നെ മാൾട്ടസസ്, എല്ലാ ടൈപ്പ് ഫെറേറോ, ഇതിൻ്റെ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. സ്നിക്കേഴ്സിൻ്റെയൊക്കെ താഴെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കി. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ക്യാഡ്ബറിയുടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാഡ്ബറിയുടെയൊക്കെ നമ്മുടെ ആ ഒരു ചോക്കോബാറൊക്കെ ഇല്ലേ, ആ ഒരു ചോക്കോബാർ സ്റ്റൈലിൽ എല്ലാ തരത്തിലെയും ഫ്ലേവേഴ്സിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നമ്മൾ വാങ്ങുന്ന ഐസ്ക്രീമിന് നാട്ടിലേക്കാളും കുറച്ചും കൂടി ആ ഒരു പാലിൻ്റെയും നെയ്യുടെയൊക്കെ ഇരിച്ചിട്ട് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഓറിയോടെയൊക്കെ ഇരിപ്പുണ്ട്. ഡയറി മിൽക്കിൻ്റെയൊക്കെ വെറൈറ്റീസാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. വലിയ വിലയൊന്നും ഇല്ല, ഒരു 2-3 പൗണ്ടൊക്കെ, ഒരു 300 രൂപയൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടുവേ. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നടന്ന് പോയിട്ടും നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പായിട്ട് അറിയുന്നുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. പിന്നെ തിരിച്ചങ്ങ് നടക്കും. അടുത്തായതുകൊണ്ടേ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാൻ ആ ഒരു കടയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അങ്ങോട്ടും റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ഇത് അടുത്തടുത്താണ് വീടെല്ലാം, ഏകദേശം ഒരേ ഷേപ്പിലാണ് ഇവിടെ കാണുന്ന വീടുകളൊക്കെ. അതങ്ങനെ എന്തോ ആണ്, കൗൺസിലിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. എല്ലാവരും ഒരേ മോഡലൊക്കെ വീട് വെക്കണമെന്ന്. എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല, എന്നാലും നടന്ന് പോവാതുകൊണ്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. അവരെല്ലാം നല്ല അച്ചടക്കത്തോടെയാണ് കയറുന്നത്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് ക്യൂ ആയിട്ട് അവർ കയറും കേട്ടോ. നമ്മളാരായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കയറുന്നത്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട്, അത് അടുത്തടുത്ത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് നടന്നാൽ ഒരു 3-4 ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ ബോർഡാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഹോസ്പിറ്റൽ. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എൻ്റെ വീട്. എൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആയി കാണുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറേ അധികം മരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ആ തണലത്തൊക്കെ ഞങ്ങളവിടെ പോയി നിൽക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ആ മരത്തിൻ്റെ കീഴിലായിട്ട്